എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചോളരാജാവിൻ്റെ കഥയാണ്. ചന്ദ്രവംശ രാജാവായ യയാതിയുടെ പുത്രൻ തുർവസുവിൻ്റെ പരമ്പരയിൽ ജനിച്ച പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു ചോളൻ. ഈ ചക്രവർത്തിയുടെ ഭരണം കൊണ്ടാണ് ആ രാജ്യത്തിന് ചോളരാജ്യം എന്ന് പേരുണ്ടായത്. ഭഗവത് ദർശനത്തിന് വേണ്ടി ഒരിക്കൽ ചോളൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് മാണിക്യ മുത്തുമണികൾ കൊണ്ടും പൊന്നിൻ പൂക്കൾ കൊണ്ടും മഹാവിഷ്ണുവിനെ പൂജിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോള രാജ്യവാസിയായ വിഷ്ണുദാസൻ എന്ന ഒരു ബ്രാഹ്മണൻ ഭഗവത് പൂജയ്ക്കായി വെള്ളവും തുളസിയും കയ്യിലേന്തി അവിടെ വന്നു ചേർന്നു. ആ ബ്രഹ്മർഷി തുളസീപത്രം കൊണ്ടും തുളസിക്കതിർ കൊണ്ടും പൂജ അർപ്പിച്ചപ്പോൾ ചോള ചക്രവർത്തി ചെയ്ത രത്നപൂജ മറവിലായിപ്പോയി. ഇതിൽ ദേഷ്യം വന്ന ചോളൻ വിഷ്ണുഭക്തി അറിഞ്ഞുകൂടാത്ത ഒരു പാവമാണ് താനെന്ന് വിഷ്ണുദാസനോട് പറഞ്ഞു. വിഷ്ണുദാസനും വിട്ടില്ല. അവർ തമ്മിൽ വൈഷ്ണവ സാക്ഷാത്കാരം നേടുന്നതിനെപ്പറ്റി ഒരു വാക്സമരം തന്നെ നടന്നു. ഒടുവിൽ ആരാണ് വൈഷ്ണവ ചൈതന്യത്തിൽ ആദ്യം ലയിക്കുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവർ തൽക്കാലം പിരിഞ്ഞു. തുടർന്ന് കൊട്ടാരത്തിലെത്തിയ രാജാവ് മുൽഗലനെ പുരോഹിതനാക്കി വൈഷ്ണവ സത്രം ആരംഭിച്ചു. വിഷ്ണുദാസനാകട്ടെ വ്രതം ചരിച്ചുകൊണ്ട് വിഷ്ണുപ്രീതികരങ്ങളായ നിയമങ്ങളും മറ്റും ആചരിച്ച് ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ഇങ്ങനെ രണ്ടുപേരും വളരെ കാലം കഴിച്ചുകൂട്ടി. ഒരു ദിവസം വിഷ്ണുദാസൻ നിത്യകർമാനന്തരം അരി വെച്ചു. എന്നാൽ ആ ചോറ് ആരോ അപഹരിച്ചു കളഞ്ഞു. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം അദ്ദേഹത്തിൻ്റെ ചോറ് കളവ് പോവുകയും ആ ദിവസങ്ങൾ അത്രയും അദ്ദേഹം പട്ടിണിയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. എന്നാൽ ഇനിയും ചോറ് പോകാതെ നോക്കണമെന്നുറച്ച് വിഷ്ണുദാസൻ ഒരു ദിവസം മറഞ്ഞു നിന്നു. അപ്പോൾ ഒരു ചണ്ഡാളൻ വന്ന് ചോറ് മോഷ്ടിക്കുന്നത് കാണാനിടയായി. വിശപ്പ് കൊണ്ട് എല്ലും തോലും മാത്രമായി അവശേഷിച്ച അവനെ കണ്ട് മനസ്സലിഞ്ഞ ബ്രാഹ്മണൻ കുറച്ച് നെയ്യ് കൂടി കൊടുത്തിട്ട് ഇതുകൂടി കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ ബ്രാഹ്മണനെ കണ്ട് ഭയന്നോടിയ ചണ്ഡാളൻ ബോധശൂന്യനായി വഴിയിൽ വീഴുകയും തുടർന്ന് അയാളുടെ അടുത്തെത്തിയ വിഷ്ണുദാസൻ തൻ്റെ വസ്ത്രാഗ്രം കൊണ്ട് ചണ്ഡാളന് വീശിക്കൊടുക്കുകയും ചെയ്തു. ക്ഷണനേരത്തിൽ ചണ്ഡാളൻ വിഷ്ണുവായി രൂപം മാറി സ്വഭക്തനെ കെട്ടിപ്പുണർന്നു. ഭഗവാൻ തൻ്റെ സാരൂപ്യം നൽകി വിഷ്ണുദാസനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ ചോളൻ പുരോഹിതനായ മുൽഗലനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ആരോടുള്ള സ്പർദ്ധ കൊണ്ടാണോ ഞാൻ ഈ യജ്ഞദാനാദികൾ ചെയ്തത്, ആ ബ്രാഹ്മണൻ ഇതാ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. ഭക്തി നിമിത്തമാണ് അദ്ദേഹത്തിന് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചത്. അതുകൊണ്ട് നാം ചെയ്തതെല്ലാം വ്യർത്ഥമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ സഹോദരീപുത്രനെ രാജാവായി വാഴിച്ചു. ബാല്യം മുതൽക്കേ സന്യാസദീക്ഷ കൊണ്ടതിനാൽ ചോളന് പുത്രന്മാരില്ലായിരുന്നു. അനന്തരം ചോളൻ യാഗശാലയിൽ ചെന്ന് അഗ്നികുണ്ഡത്തിന് നേരെ നിന്ന് 3 പ്രാവശ്യം വിഷ്ണുവിനെ സംബോധന ചെയ്ത് മനസാ വാച കർമ്മണ സുസ്ഥിരമായ ഭക്തിയെ കൽപ്പിച്ചു തരുവാൻ അപേക്ഷിച്ച് എല്ലാവരും കാണെ അഗ്നിയിലേക്കു ചാടി. തത്സമയം ഭക്തവത്സലനായ ഭഗവാൻ പെട്ടെന്ന് അഗ്നികുണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോളനെ ആലിംഗനം ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. തുർവസുവിൻ്റെ പരമ്പരയിൽ ജനിച്ചവനും ചോളരാജ്യ സ്ഥാപകനുമായ ചോളൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.